ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ വിളയിച്ചതാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് അവിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കിലോ അവിലാണ് എടുത്തേക്കണത്. നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് നാളികേരം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഒരു നാളികേരം ചെറിയതും പിന്നെ കുറച്ച് കൊത്തുകളും നാളികേരത്തിൻ്റെ ചെറിയ ചെറിയ പീസുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ഇതൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ ചെറിയ ജീരകം ഇട്ട് കൊടുത്തേക്കുന്നത് അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളികേരം വഴറ്റിയെടുക്കുകയെന്ന് വെച്ചാൽ അവിൽ വിളയിച്ചത് പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാളികേരം വഴറ്റിയെടുത്തിട്ട് ഇടുന്നത്. നാളികേരം വഴറ്റാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോകും. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 കിലോ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തേക്കണത്. അതിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കപ്പലണ്ടിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുത്തതാണ്. അത് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 അച്ച് ശർക്കരയുടെ പാനിയാണ് എടുത്തേക്കണത്. അപ്പോൾ ഓരോരുത്തരും മധുരം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ വല്ലാതെ ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, അപ്പോൾ പെട്ടെന്ന് പിന്നെ കരിഞ്ഞു പോകും. നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന അവിൽ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 2 സെക്ഷനായിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എല്ലാവരും ഫുള്ളും ഒന്നിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു സെക്ഷൻ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തതിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.